ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഡെൻമാർക്കിലെ വിശേഷങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെൻമാർക്കിലെ ലാർ ബ്രാൻഡിനെ കുറിച്ചൊക്കെ പഠിച്ചു. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ സക്സസ് ഓഫ് ഡയറീസ് ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ ഡയറീസിന്റെ സക്സസ് എന്തൊക്കെയാണ്? അതായത് മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ക്ലോസ് ടു ദ പ്ലേസ് ഓഫ് ലാൻഡ് വെയർ പ്രൊഡക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഹാസ് ഹെൽപ്ഡ് ടു കീപ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമം. ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, റോ മെറ്റീരിയൽസ് ഒക്കെ അടുത്തടുത്ത സ്ഥലങ്ങളിലായിരിക്കും. പ്രിൻസിപ്പിൾ ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി ഹാസ് മെയ്ഡ് ദ മെമ്പേഴ്സ് ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ ദ വർക്കിംഗ് ഓഫ് ദി സൊസൈറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പോളിസി ഓഫ് എ പ്രോംപ്റ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ മെമ്പേഴ്സ് ഫോർ മിൽക്ക് സപ്ലൈഡ് ബൈ ദം എൻഷേഴ്സ് ദ ലോയൽറ്റി ഓഫ് എ മെമ്പേഴ്സ്. പ്രോംപ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഫോർ മിൽക്ക് സപ്ലൈഡ് ബൈ ദം, അവർ എത്രയാണോ മിൽക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ച് അവർക്ക് പ്രോംപ്റ്റ് ആയിട്ട് പേയ്മെന്റ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ലോയൽ ആവുള്ളൂ അവര് മെമ്പേഴ്സ്. Policy of making payment for the milk according to the fact contents ensures supply of a good quality milk. Policy of making payment for the milk, അതായത് മിൽക്കിന് പേയ്മെന്റ് കൊടുക്കുന്നത് ഏതനുസരിച്ചായിരിക്കും? ഫാക്ട് കണ്ടൻസ്, അതായത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മിൽക്കിന് കൂടുതൽ പ്രൈസ് അവർ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രോപ്പർ ഫീഡിംഗ്, ബ്രീഡിംഗ് ഓഫ് കാറ്റിൽ ആൻഡ് സിസ്റ്റം ഓഫ് ടെസ്റ്റിംഗ് ഓഫ് ഡയറി കാറ്റിൽ ഹാസ് ടു ബി ഇംപ്രൂവ്മെന്റ്. അവരെയൊക്കെ ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഫീഡിങ് ഉണ്ടായിരിക്കുക, നല്ല ബ്രീഡിംഗ് ആയിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ സെയിൽ ഓഫ് ബട്ടറൊക്കെ ലർ ബ്രാൻഡിന്റെ ഇതിനനുസരിച്ചാണ് വിറ്റിരുന്നത്. സർവീസസ് ഒഫേർഡ് ബൈ ബട്ടർ എക്സ്പോർട്ട് അസോസിയേഷൻ ടു ദ ലോക്കൽ ഡയറീസ് ഹാവ് ത്രൂ പ്രോഫിറ്റ്സ്. അതുപോലെ തന്നെ ബട്ടർ എക്സ്പോർട്ട് അസോസിയേഷൻസ് ആവശ്യമായിട്ടുള്ള സർവീസസ് ഒക്കെ കൊടുത്തിരുന്നു. യൂസ് ഓഫ് ഹൈലി സഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നല്ല നല്ല മെഷീൻസും ടെക്നിക്സും ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്തായി, ഡെൻമാർക്കിലെ സൊസൈറ്റീസ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള സൊസൈറ്റീസ് ആയിട്ട് മാറി. അടുത്തത്, ഡിഫിക്കൽട്ടീസ് ഫോർ ഇന്ത്യ ഇൻ അഡോപ്റ്റിംഗ് ദ ഡാനിഷ് മോഡൽ ഡയറി. ഇന്ത്യക്ക് ഡെൻമാർക്കിലെ പോലെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്? നമ്മളുടെ നാട്ടിലെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആർ നോട്ട് സോ അഡ്വഞ്ചറസ് ആൻഡ് ദേ ലാക്ക് ഇനീഷ്യേറ്റീവ്. അത്ര അഡ്വഞ്ചറസ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്ത് മിൽക്ക് കാറ്റിലിന്റെ ഒക്കെ നമ്പർ വളരെ കൂടുതലുണ്ടെങ്കിലും അവർ തരുന്ന പാലിന്റെ അളവ് വളരെ കുറവാണ്. അപ്പൊ മിൽക്ക് പ്രോഡക്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇന്ത്യൻ ഫാർമേഴ്സ് എപ്പോഴും പോവർട്ടിയിലാണ്, അതുപോലെ ഇലിറ്ററേറ്റ് ആണ്, ട്രഡീഷണൽ അപ്രോച്ചാണ് അവർ ഫോളോ ചെയ്യുന്നത്. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് പെർ കൗ ഈസ് ലോ ആണ്. കളക്ടിങ് മിൽക്ക് അതുപോലെ സൊസൈറ്റിയും ഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും. ക്വാളിറ്റി ആൻഡ് മിൽക്ക് ഈൽഡ് ഓൺ ഇന്ത്യൻ മിൽക്ക് ആനിമൽസ് ആർ വെരി പുവർ. മിൽക്ക് ആനിമൽസ് എന്ന് വെച്ചാൽ കറക്കുന്ന ആനിമൽസിനെ പറയുന്നതാണ്. അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്വാണ്ടിറ്റിയും ഒക്കെ കുറവാണ്. ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇനി കോപ്പറേറ്റീവ് ബേക്കൻ ആൻഡ് എഗ് സൊസൈറ്റീസ്, കുറെ വേറെ ടൈപ്പ്, ഇതിനോടനുബന്ധിച്ച് വേറെ ടൈപ്പ് സൊസൈറ്റീസും ഡെൻമാർക്കിൽ വരുന്നുണ്ട്. കോപ്പറേറ്റീവ് ബേക്കൻ ആൻഡ് എഗ് സൊസൈറ്റീസ്. പിന്നെയാണ് ഫീച്ചേഴ്സ്, കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫീച്ചേഴ്സ് ആണ് ഡെൻമാർക്കിലെ. വളണ്ടറി മൂവ്മെന്റ് ആണ്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നൊന്നും അത്ര വലിയ സപ്പോർട്ട് ഒന്നുമില്ല. മെമ്പേഴ്സ് വളരെ സ്ട്രോങ് ആണ്, മൂവ്മെന്റിനോട് വളരെ ലോയൽ ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ഇന്റലിജന്റ് ആണ്, സോഷ്യബിൾ ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ആണ്. സ്പെഷ്യലൈസേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഫെഡറേഷൻ. മൂവ്മെന്റ് വാസ് ഗൈഡഡ് ബൈ സ്പെഷ്യലിസ്റ്റ്സ് ആൻഡ് ടെക്നോക്രാറ്റ്സ്. കോപ്പറേറ്റീവ് ട്രെയിനിങ് ഹാസ് ബീൻ കമ്പൈൻഡ് വിത്ത് അഗ്രികൾച്ചർ ആസ് വെൽ ആസ് ജനറൽ എഡ്യൂക്കേഷൻ. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഹാവ് അഡോപ്റ്റഡ് ബിസിനസ് പ്രിൻസിപ്പിൾസ്. ഇതൊക്കെയാണ് അവരുടെ സക്സസിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി അടുത്തത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ചൈന നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.